ചില വ്യക്തികൾക്ക് പ്രത്യേകിച്ചും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഹെയർ ഓയിൽസും അതുപോലെ ഹെയർ പാക്കുകളും അപ്ലൈ ചെയ്തതിനു ശേഷം തലനീരിറക്കം, പനി, ജലദോഷം എന്നിങ്ങനെ വരുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത് ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യമാണ്. അധികം തണുപ്പുള്ള ദ്രവ്യങ്ങൾ വെച്ചാണ് ഈ ഹെയർ ഓയിൽ അല്ലെങ്കിൽ ഹെയർ പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിൽ തലനീരിറക്കം പോലുള്ള കണ്ടീഷനുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കറ്റാർവാഴ, നെല്ലിക്ക, നറുനീണ്ടി, രാമച്ചം ഇവയെല്ലാം തണുപ്പുള്ള ദ്രവ്യങ്ങളാണ്. ഈ ദ്രവ്യങ്ങൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ആഡ് ചെയ്യുന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കറ്റാർവാഴയും അതുപോലെ നെല്ലിക്കയുമാണ്. ഇവയെല്ലാം ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ തലനീരിറക്കം പോലെയുള്ള കണ്ടീഷനുള്ള വ്യക്തികളാണെങ്കിൽ ഇത്രയും തണുപ്പുള്ള ദ്രവ്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നെല്ലിക്ക ഉപയോഗിച്ച് പാകപ്പെടുത്തുന്ന എണ്ണയ്ക്ക് പകരം ത്രിഫല ഉപയോഗിക്കാവുന്നതാണ്. ഹെയർ പാക്കല്ലെ ഹെയർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ പ്രത്യേകം ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് രാസ്ന അല്ലെങ്കിൽ ചിറ്റരത്ത. ചിറ്റരത്തയുടെ കിഴങ്ങാണ് ഉപയോഗിക്കുന്നത്. രാസ്നയുടെ കിഴങ്ങ് അരച്ച് ചേർത്ത് ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഹെയർ പാക്കിൻ്റെ ഒപ്പം രാസ്നയുടെ കിഴങ്ങ് അരച്ചെടുത്തും ഹെയർ പാക്കിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്.